ജനങ്ങളെ ഭീതിയിലാഴ്ത്തി പുതിയങ്ങാടി ഐസ് പ്ലാന്റിലെ വാതക ചോർച്ച. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഐസ് പ്ലാന്റിൽ അമോണിയ വാതക ചോർച്ച. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ചോർച്ച കണ്ടത്. മമ്മസൻ അഷറഫിന്റെ ഉടമസ്ഥതയിലുള്ള സീസൈഡ് ഐസ് പ്ലാന്റിലാണ് ചോർച്ച ഉണ്ടായത്. അമോണിയം കടന്നുപോകുന്ന 3 പൈപ്പുകളിൽ നിന്നാണ് ചോർച്ച ഉണ്ടായത്. ആദ്യ പൈപ്പ് പ്ലാന്റ് ജീവനക്കാർക്ക് അടക്കാൻ കഴിഞ്ഞെങ്കിലും 2 പൈപ്പുകൾ അമോണിയം ഗ്യാസ് പുറന്തള്ളുന്ന ശക്തി കാരണം അടക്കാൻ കഴിയാതെ വരികയായിരുന്നു. ഇത് കണ്ടൻസറിന് വരുന്ന ലീക്കാണ്. കാരണം കണ്ടൻസർ വഴിയാണ് ഈ അമോണിയത്തിൻ്റെ ഈ ഗ്യാസ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ ഇത് ഈ ചില സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പോയിന്റിൽ, മൈന്യൂട്ടായിട്ടുള്ള പോയിന്റിലേക്ക് കൂടിയുള്ള ഈ ഗ്യാസ് ലീക്കായിട്ട് വരും. അപ്പോൾ ഇത് ആദ്യം കണ്ടപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ലീക്കാണ് ഉണ്ടായത്. അതാ ഈ പ്ലാന്റിൻ്റെ അതിൻ്റെ ഓപ്പറേറ്റർ തന്നെ അത് ആദ്യം മാനേജ്മെൻറ്റ് ചെയ്തിന്. പിന്നെ അതിൻ്റെ 2-3 തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്നല്ല ഇതിങ്ങനെ ലീക്ക് വന്നപ്പോൾ കുറച്ച് ഇത് സ്പ്രെഡ് ആകാനുള്ള കാരണം. പയ്യന്നൂരിൽ നിന്നും എത്തിയ ഫയർ സ്റ്റേഷൻ ഓഫീസർ PV ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേന എത്തി ചോർച്ച അടക്കുകയായിരുന്നു. ഇത് ലിക്വിഡ് ആയിട്ടാണ് പൈപ്പിലുള്ളത്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വോളിയം വളരെയധികം കൂടും. പിന്നെ അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുക വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ചെറിയ പുകയേ ഉള്ളൂ, പക്ഷെ അത് വലിയ അളവായിട്ട് നമുക്ക് തോന്നും. ഈ സമയത്ത് ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് ഐസ് പ്ലാന്റിന്റെ പരിസരമാകെ അമോണിയം വാതകത്തിന്റെ ഗന്ധം പടർന്നു കിടക്കുകയാണ്. പഴയങ്ങാടി പോലീസിലെ CI A ആനന്ദകൃഷ്ണൻ, SI TN ഷാജിമോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവം അറിഞ്ഞെത്തിയ ജനങ്ങളെ പ്ലാന്റിന്റെ പരിസരത്ത് നിന്നും മാറ്റി നിർത്തി. തളിപ്പറമ്പ് RDO TA അജയകുമാർ, പയ്യന്നൂർ തഹസിൽദാർ R ജയേഷ്, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, വാർഡ് മെമ്പർ റഫീഖ്, മാടായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒടിയിൽ റഷീദ എന്നിവർ സംഭവ സ്ഥലത്ത് സന്ദർശനം നടത്തി. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പുതിയങ്ങാടിയിൽ നിന്നും T ബാബു, പഴയങ്ങാടി. പയ്യന്നൂരുള്ള എയർപോർട്ട് കോളേജില് പെട്ടെന്ന് കയറി. ഞാൻ വരുന്നില്ല ബൈ, എനിക്കിവിടെ കുറെ പണി. വിമാനത്തിന്റെ ഉള്ളിലുള്ള കുറെ മൊഞ്ചത്തിമാരെ കണ്ടിനാ. ഓരല്ല പഠിക്കുന്ന കോളേജ് ഫുള്ള് മൊഞ്ചത്തിമാർ. വരുന്നെങ്കിൽ വന്നോ മതി. നീ വണ്ടി ഇട്ടാ Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy Mariana, la 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 Mariana, y yo le digo que yo la Mariana, la Mariana, la Mariana, la Mariana, la Mariana, la Mariana. നിങ്ങൾ +2 കഴിഞ്ഞവരാണോ? നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ? എന്നാൽ പെട്ടെന്ന് എയർപോർട്ട് കോളേജിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്താം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലുമുള്ള എയർബൺ ക്യാമ്പസിൽ വെച്ച് ചങ്ങായിമാരെ വിജയചരിതം രചിച്ച് ചരിത്രം കുറിച്ച 16 വർഷങ്ങൾ. കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം 3 ലക്ഷം മുതൽ 12.5 ലക്ഷം വരെ ഫീസ് ഈടാക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും. എന്നാൽ വെറും 2.5 ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർബോണിൽ വെച്ച്. അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നത്. കോളേജിന്റെ ലൊക്കേഷൻ ISD ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ്, പയ്യന്നൂർ.